നിന്ന് 1 മണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 1 മണിയോളം ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. 5 മണിയാകുമ്പോൾ കഴിയുമ്പോഴത്തേനും അവിടെ എത്തണം. അവിടെ അതിനുശേഷം പത്മനാഭസ്വാമി ടെമ്പിൾ നമ്മൾ വിസിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ KSRTCയുടെ ഒരു സിറ്റി റൈഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഓൺലൈനായിട്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്തതാണ്. ഡബിൾ ഡെക്കർ ബസ്സിൽ മുകളിലിടുന്ന കാണുന്നതിന് നമുക്ക് 200 റുപ്പീസും താഴെ ഇരിക്കുന്നവർക്ക് 100 രൂപയുമാണ് ചാർജ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ യാത്രയിൽ പ്ലാൻ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് എവിടെ ഏതൊക്കെ സമയങ്ങളിൽ കൃത്യമായി എത്തണം, എത്ര മണിക്ക് എത്തണം, നമ്മുടെ ബഡ്ജറ്റ് എത്ര രൂപയിൽ എക്സീഡ് ചെയ്തെന്നൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്താണ് ഞങ്ങളുടെ ഓരോ യാത്രകളും. ഇത് ജഡായിപ്പാറയുടെ വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ ലിസ്റ്റിൽ ജഡായിപ്പാറ ഉണ്ടായിരുന്നില്ല. എന്നാലും തിരിച്ചു വരുമ്പോൾ സമയം കിട്ടുവാണെങ്കിൽ നമ്മൾ പറ്റുമെങ്കിൽ കയറണം എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും നമുക്ക് അവിടെ കയറാൻ സാധിച്ചില്ല. നമ്മൾ ഈ ഓൺലൈൻ ബുക്കിംഗ് നേരത്തെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കാലാവസ്ഥയൊക്കെ അനുകൂലമാണെങ്കിൽ നമ്മൾ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകൾ ഭാഗം ഓപ്പണായിട്ടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അത് മുകൾ ഭാഗം അങ്ങനെ ഓപ്പണായിട്ടുള്ള വണ്ടിയായിരുന്നു. അപ്പം ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുമെന്നൊക്കെയുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഒരു തലസ്ഥാന നഗരി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭരണത്തിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രം എന്നൊക്കെ പറയുന്നത് പോലുള്ള സ്ഥലമായതുകൊണ്ട് നമ്മൾ പറ്റുമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സാധിക്കുമെങ്കിൽ നമുക്ക് ഇവിടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒന്നുകൊണ്ട് കാണിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ആ ഒരു കൃത്യമായൊരു ബഡ്ജറ്റൊക്കെ പ്ലാൻ ചെയ്ത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ ഒന്നും തിരുവനന്തപുരത്തെ കാഴ്ചകൾ കാണാൻ നമുക്ക് പറ്റില്ല. കുറച്ച് സമയം എടുത്ത് തന്നെ കാണേണ്ട കാഴ്ചകളാണതെല്ലാം. നിയമസഭാ മന്ദിരമാണ് കാണുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഭാഗത്ത് കുഞ്ഞുങ്ങളെ നമ്മൾ വാർത്തകളിലും ചാനലുകളിലും ഒക്കെ തിരുവനന്തപുരംകാർക്ക് ഇതൊക്കെ വളരെ സുപരിചിതമായ കാര്യങ്ങളാണെങ്കിലും മറ്റു ജില്ലക്കാർക്ക് ഇതൊക്കെ നമ്മൾ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയമാണ് ഈ കാണുന്നത്. അപ്പം ഈ കാഴ്ചകളൊക്കെ കുട്ടികൾക്കൊക്കെ വളരെ കണ്ടിരിക്കേണ്ടത് ആവശ്യമാണല്ലോ. ഇപ്പോൾ പാളയം നമ്മളെ ഒരു ടെമ്പിളും മോസ്കും അതേ സമയത്ത് ഒരു കത്തീഡ്രലും ചർച്ചും ഒരുമിച്ച് വരുന്ന ഒരു അപൂർവമായിട്ടുള്ള കാഴ്ച കാണുന്ന ഒരു സ്ഥലമാണ് ഈ പാളയത്ത്. ഇത് രാത്രി കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ വിഷ്വൽസൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. രാത്രി സിറ്റി റൈഡിൽ നമ്മളത് കാണിക്കുന്നുണ്ട്. ഒരു ഗണപതി ടെമ്പിളും എൻ്റെ ജുമാ മസ്ജിദിൻ്റെയും വോൾ ഒരുമിച്ച് ഷെയർ ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം മുൻപിലുള്ള നമുക്കറിയാം സമരങ്ങളൊക്കെ മിക്കവാറും ഉള്ളതൊക്കെ ഫ്രണ്ടിലായിരിക്കുമല്ലോ. അതൊക്കെ നമുക്ക് വിഷ്വൽസ് കാണാം. ഞങ്ങളുടെ യാത്രകളിലൊക്കെ നമ്മൾ അധികം ബഡ്ജറ്റില്ലാത്ത യാത്രകളാണ്. ഒരുപാട് ബഡ്ജറ്റിൻ്റെ യാത്രകളൊന്നുമല്ല പ്ലാൻ ചെയ്യുന്നത്. ചെറിയ ചെറിയ യാത്രകളായിരിക്കും. അപ്പോൾ അതിൻ്റെ ഓരോ യാത്രകളിലും ഏതൊക്കെ ഭാഗങ്ങളാണ് കൃത്യമായിട്ട് കാണേണ്ടതെന്നും എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കാലാവസ്ഥയ്ക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും പ്രത്യേകം ഭംഗിയുമായിട്ട് കാണാവുന്ന രീതിയിലാണ് നമ്മുടെ ഓരോ പ്രാവശ്യത്തെയും ചെറിയ ചെറിയ വെക്കേഷൻ ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളൊന്നും ആയിരിക്കത്തില്ല. നമുക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിലുള്ള ചെറിയ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ ഇങ്ങനെ സന്ദർശനങ്ങൾ പ്ലാൻ